കാമ്യകർമ്മങ്ങളിലൂടെ കിട്ടുന്ന അനുഗ്രഹങ്ങൾ നിലനിൽക്കുമോ? നമ്മളെ തടി എത്ര കാലം നിലനിൽക്കും? ആപേക്ഷികല്ലേ? അതുപോലെ കാമ്യത്തിലൂടെ കിട്ടുന്നതും ആപേക്ഷികമായി നിലനിൽക്കും. അത്രേ പറയാനൊക്കും. അല്ലാതെ എല്ലാ കാലവും ഉണ്ടാവുമോ? എല്ലാ കാലവും ഈ ശരീരം ഉണ്ടാവുമോ? പരമായുസ് തന്നെ 100 കൊല്ലാ പറഞ്ഞത്. ശതായുർവൈ പുരുഷ, മനുഷ്യൻ്റെ പരമായുസ് 100 പറഞ്ഞേ. പക്ഷെ അത് പലപ്പോഴും നമ്മൾ ഓർമ്മിക്കില്ല. ഒരു മുത്തശ്ശീനെ എന്തൊരു സ്നേഹപൂർവ്വമെന്നറിയാം മകൻ നോക്കണത്. കാണുന്നവർക്കൊരു സന്തോഷവും അസൂയൊക്കെ ആവും. അത്ര നന്നായിട്ടാണ് മകൻ നോക്കുന്നത്. ഇത്ര സ്നേഹമായിട്ട് മുത്തശ്ശിയുടെ എല്ലാ കാര്യങ്ങളും നോക്കും. വസ്ത്രം അലക്കി കൊടുക്കുക, കുളിപ്പിക്കുക, നല്ല ഭസ്മമൊക്കെ തൊട്ട് ഇങ്ങനെ ഇരുത്തുക, ഭക്ഷണം വായിൽ വെച്ച് കൊടുക്കുക, അടക്കം ചെയ്യും. മുത്തശ്ശി വലിയൊരു സങ്കടം ഉണ്ടെന്ന് പറഞ്ഞു എന്നോട്. എന്താണ് സങ്കടം? എൻ്റെ മോൻ മരിച്ചു പോയാൽ എന്നെ ആരാ സ്വാമി നോക്കുക? നോക്കണേ, എൻ്റെ മോൻ മരിച്ചു പോയാൽ എന്നെ ആരാ നോക്കുക? അത്ര നന്നായി നോക്കുന്നുണ്ട് സ്വാമി എന്നെ. എന്തൊരു സ്നേഹാവൻ എന്നെന്നറിയാം. എൻ്റെ എല്ലാ കാര്യങ്ങളും അവൻ നോക്കും നല്ലോണം. എന്തൊരു സ്നേഹമാണ്, എന്തൊരു ഭാഗ്യവതിയാണ് ഞാൻ. പക്ഷെ അവൻ മരിച്ചു പോയാൽ പിന്നെ എന്നെ ആര് നോക്കും? അതുകൊണ്ട് നമ്മളെ ജീവിതം തന്നെ അത്രയേ ഉള്ളൂ. പിന്നെയല്ലേ കാമ്യകർമ്മം കൊണ്ട് കിട്ടുന്നത് എല്ലാ കാലത്തേക്കും. കാമ്യകർമ്മം കൊണ്ട് ഫലമൊക്കെ കിട്ടും. അർഹതയില്ലാത്ത വ്യക്തികൾക്ക് ഇത്തരം കർമ്മങ്ങളുടെ ഫലപ്രാപ്തി കിട്ടുമോ? അർഹത ഉള്ളവർക്കേ കിട്ടുള്ളൂ. അപ്പം ആ അർഹത പലപ്പോഴും ഉപദ്രവമായിട്ട് വരും കേട്ടോ നാട്ടുകാർക്ക്. അങ്ങനെയാണല്ലോ ഈ അസുരന്മാർ രാക്ഷസന്മാരൊക്കെ കാമ്യങ്ങൾ ചെയ്തിട്ട് ഫലം നേടിക്കഴിഞ്ഞാൽ അത് നാടിന് മുഴുവൻ ഉപദ്രവമായിട്ട് വരും. പക്ഷെ അവർക്കത് കിട്ടാനുള്ള യോഗ്യത ഉണ്ടാവും. അപ്പോഴല്ലേ കൊടുക്കണത്. അത് ചിന്തിക്കുക.